ഇതെന്തിനാ മോളെ ഇതൊക്കെ വാങ്ങി കാശ് കളഞ്ഞത്? കളഞ്ഞൊന്നു പറയല്ലേ അമൃതേച്ചി, സ്റ്റൈഫന്റെ കുടിശ്ശിക തീർത്തു കിട്ടി, അപ്പൊ ഒരു സന്തോഷം. സത്യം പറഞ്ഞ ഈ ലഡു പോരാത്തതാ. പിന്നെ സ്റ്റൈഫന്റ് അല്ലേ, അതുകൊണ്ട് തൽക്കാലം ഇത് മതി. ആദ്യം മധുരം, അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല. ആദ്യമായിട്ട് കിട്ടിയ വരുമാനം കൊണ്ട് വാങ്ങിയതല്ലേ, അതാദ്യം അച്ഛന്. ഈ ഹോട്ടൽ തുടങ്ങുമ്പോഴും ഇതിൽ നിന്ന് ആദ്യ വരുമാനം അമൃതമോൾ ഉണ്ടാക്കുമ്പോഴും അച്ഛനോട് ഉണ്ടായിരുന്നില്ല. അനഘയ്ക്ക് ജോലി കിട്ടിയപ്പോഴും അച്ഛനിവിടെ ഇല്ല. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്നും ഈ മധുരം ഉണ്ടല്ലോ, അത് വാങ്ങിക്കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതെല്ലാം ഇതുകൊണ്ടങ്ങ് തീരട്ടെ. ഇനിയിപ്പോ ആരാധ്യമോൾക്ക് ജോലി കിട്ടിയിട്ട് വേണം അടുത്ത മധുരം കഴിക്കാൻ. അതിരെ റാണിമേട എങ്ങനെയുണ്ട്? മയത്തിലായോ? എവിടെ ആവാൻ, കേരളത്തിലെ ഏറ്റവും കൊള്ളാവുന്ന ബറ്റാലിയൻ ആക്കാനല്ലേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എല്ലൊടിയാത്തത് ഭാഗ്യം. എന്നാലും കാശ് കിട്ടി തുടങ്ങിയപ്പോ ഒരു സന്തോഷം. സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന കാശാവുമ്പോ അതൊരു അഭിമാനോ. ഇനി ഇവിടെ വരുമാനം ഇല്ലാത്തത് എനിക്കും ആരാധിക്കും മാത്രം. ഏയ്, എന്നെ കൂടെ കൂട്ടണ്ട. 3 മാസം കഴിഞ്ഞാ എനിക്ക് ഫിറ്റ്നസ് കിട്ടും. അഖിലേ, നീ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. PSC എഴുതിയിട്ട് കിട്ടാത്തത് ആരുടെ കുറ്റമാ? പഠിക്കണം. ഒരു 6 മാസം കഷ്ടപ്പെട്ടങ്ങ് പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതി നോക്ക്, റാങ്ക് ലിസ്റ്റിൽ വരും. കണ്ടില്ലേ, അവക്ക് ഇഷ്ടപ്പെട്ടില്ല. പഠിക്കാത്തോണ്ടൊന്നും അല്ല എനിക്ക് ചേച്ചി, പഠിച്ചാലും ചേച്ചിയുടെ തലയിൽ കേറില്ല. ചേച്ചി, മൊബൈൽ എടുത്ത് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. എന്തിനാ? ഒരുപാടൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ക്യാഷ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ക്ലാസ്സിൽ 1ാമതായിരുന്നിട്ടും 10 തികയ്ക്കാതെ ചേച്ചി പഠിത്തം നിർത്തി. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ നിങ്ങളെ എന്നെയൊക്കെ വളർത്തി ഈ നിലയിലാക്കി. അതിന് ചേച്ചി ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ കണക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മോളെ. സൂക്ഷിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ആവട്ടെ, വളർത്തിയതിന്റെ കണക്ക് മുഴുവൻ ശമ്പള തുക കൊണ്ട് തീർത്തിരിക്കും ഞാൻ. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അതെന്താ പെട്ടെന്ന് ചേച്ചിയുടെ മുഖം വാടിയത്? അതാ ഞാനും ആലോചിക്കുന്നത്. പിണങ്ങിയപ്പോ ജോലി ചെയ്ത് അമൃതേശ്വര കടം വീട്ടുന്നൊക്കെ നീ പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നീ എന്നോട് കണക്ക് തീർക്കാൻ തുടങ്ങുകയാണല്ലേ? അതോ കാശുകാരിയായെന്ന് കാണിക്കാനാണോ? എന്റെ അമൃതേച്ചി, ദേഷ്യം വന്നപ്പോ ഞാൻ എന്തോ വിട്ടിത്തം വിളിച്ച് പറഞ്ഞത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? ഞാൻ അങ്ങനെ വിചാരിച്ച് പേടിച്ചുപോയി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.